എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലി വഴി ഞങ്ങളൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം എപ്പോഴും ഞങ്ങളെയൊക്കെ എൻകറേജ് ചെയ്തത് അവനവൻ്റെ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു എൻകറേജ്മെൻറ്റാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫീൽഡിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അതൊരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടു നടത്താനായിരുന്നു ശ്രമം. ആൻഡ് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും ഒക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലിറ്റിൽ ഫിലിംസിൻ്റെ ബാനറിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഫീച്ചർ ഫിലിം വരുമ്പോഴും ലിറ്റിൽ ഫിലിംസിനോട് ചേർന്നിട്ട് തന്നെ ചെയ്യണം എന്നതായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഒറിജിനേറ്റേഴ്സ് ഞങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് മറ്റുള്ള ആൾക്കാരെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു കമ്പനി ഫോർമേഷനും അതിൻ്റെ ഒരു അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് ഫിലിംസ് അത് വെറും അഞ്ജലി മേനോനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലായിരുന്നില്ല. അതേപോലെ ദർ ആർ അതർ പീപ്പിൾ പലപ്പോഴും ഞങ്ങൾ മറ്റ് പ്രൊഡ്യൂസേഴ്സായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതിൻ്റെ ഭാഗമല്ല, അവനവൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു ഫ്രീഡമും നമുക്കതായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് വോയിസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ ഐ തിങ്ക് എനി ഫസ്റ്റ് ടൈം ഫിലിം മേക്കർ ആദ്യമായിട്ട് ഒരു സിനിമ എടുക്കുന്ന ഏത് സംവിധായകനോ സംവിധായകയ്ക്കോ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടോ അങ്ങനെയായിട്ട് ഞാൻ കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പല പ്രോബ്ലംസും നമുക്ക് നേരിടേണ്ടി വരും ആദ്യമായിട്ടൊരു പ്രോജക്റ്റ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. ബട്ട് അതൊക്കെ ഞാനൊരു സ്ത്രീ കാരണം ഞാൻ നേരിടണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എൻ്റെ എത്രയോ സുഹൃത്തുക്കളെ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ അവർ ഫസ്റ്റ് ടൈം ഫിലിംസ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രോബ്ലംസ്. സോ ഐ ഡോണ്ട് തിങ്ക് അതൊരു ജെൻഡർ റിലേറ്റഡ് ആയിട്ടാണെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ അറ്റ് ഓൾ. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കർ ആകുമ്പോൾ ഒത്തിരി പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ലൈക്ക് ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം എ വുമൻ. വെൽ, എൻ്റെ അച്ഛനിപ്പോൾ ഇല്ല എന്ന്. ബട്ട് ശരിയാണ്, അവർക്കൊരിക്കലും മകളൊരു ഫിലിം മേക്കറായി തീരുന്നുള്ളൊരു സങ്കല്പം തീരെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാനത് ആദ്യമായിട്ട് വീട്ടിൽ പറഞ്ഞപ്പോൾ പോലും ശരിക്കും വളരെ സർപ്രൈസ് ആയിരുന്നു എല്ലാവർക്കും. നന്നായിട്ട് പഠിക്കും, അപ്പോൾ ടിപ്പിക്കലി ഒരു പ്രൊഫഷണൽ കോഴ്സിൽ കയറി ചെന്ന് മിക്കവാറും ഒരു MBA, ബാക്കി എല്ലാവരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് എന്നൊക്കെ ഒരു വിധം തീരുമാനിച്ച് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഞാനിങ്ങനെ എനിക്ക് മീഡിയയോടാണ് താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ എല്ലാവരും തീരുമാനിച്ചു ഇത് എന്തോ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് പോണതായിരിക്കും, കുറച്ചു കാലം അതിലേക്കൊക്കെ പോയാൽ പിന്നെ താനെ തിരിച്ച് വന്നോളും എന്നുള്ളൊരിതായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കാൻ പോയപ്പോൾ ലണ്ടൻ ഫിലിം സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ഒരു ഓപ്പൺ ടിക്കറ്റാണ് തന്നത് തിരിച്ച് വരാൻ. പോയിട്ട് മോൾ അവിടെ നിന്ന് ഇത് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ച് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ടിക്കറ്റ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് ദി തിങ് ഈസ്, അവിടെ എത്തിയിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാനത് വീട്ടിൽ അറിയിക്കുകയും കൂടെ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഈ ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഇതെനിക്കൊരു ചാലഞ്ചാണ്. ഞാൻ ഈ പറയുന്ന പോലെ കീഴടങ്ങി തിരിച്ചു വരുമോ അതോ എൻ്റെ തന്നെ സ്വപ്നം ശരിക്കും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിന്ന് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടിക്കറ്റ് ഞാൻ എന്നിട്ട് എൻ്റെ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയായിരുന്നു. ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്ന ദിവസം ഞാനത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഫോർച്ചുനേറ്റ്ലി നെവർ ഗിവ് അപ്പ്. സോ ഡെഫിനറ്റ്ലി അവരുടെ ഒരു പാറ്റേണിൽ അവർ ഉദ്ദേശിച്ചൊരു രീതിയിലൊന്നും ആയിരുന്നില്ല എൻ്റെ ഒരു ജേർണി. ബട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ഫിലിം സ്കൂളിൽ എല്ലാം പാസ് ഔട്ടൊക്കെ ചെയ്തിട്ടുള്ള ഫൈനൽ ഒരു ഗ്രാജുവേഷൻ സെറമണി. ആ സെറമണിക്ക് വന്നിട്ട് അന്നത്തെ അവിടെ ഒരു പടം മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ, ഒരു ഫുൾ ബാച്ച് എന്ന്. അപ്പോൾ അന്ന് സെലക്ട് ചെയ്ത പടം എൻ്റെ ഷോർട്ട് ഫിലിമായിരുന്നു. അതിൻ്റെ സ്ക്രീനിങ്ങിന് ശേഷം ഉണ്ടായ ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നുള്ളൊരു റിയാക്ഷനൊക്കെ എൻ്റെ പേരൻസ് ആദ്യമായിട്ടായിരുന്നു അത് അനുഭവിച്ചത്. ദറ്റ് ഒരു ഫിലിം മേക്കർ ഒരു പടം സ്ക്രീൻ ചെയ്ത് അതിൻ്റെ റിയാക്ഷനൊക്കെ എങ്ങനെയാണ് വരുന്നത് അവർ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ബിക്കോസ് ഞങ്ങൾക്കൊന്നും ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതൊന്നും കണ്ട് ശീലവും ഇല്ല. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഐ തിങ്ക് അവർക്ക് ശരിക്കും മനസ്സിലായത് ഇതിനോട് എനിക്ക് എന്താണ് ഇത്ര ഒരു ഒബ്സെഷൻ എന്തുകൊണ്ടാണെന്ന് അന്നാണ് മനസ്സിലായത്. അതിനുശേഷം ഒരിക്കലും ദേ ഹാവ് നെവർ സെഡ് ഇതിലേക്ക് പോകരുത്, ഇത് ചെയ്യരുത്, ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് അതിനുശേഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആൻഡ് അതാണ് ദാറ്റ് ഈസ് വാട്ട് ഐ റിയലി റെസ്പെക്റ്റ് അബൌട്ട് ദം. ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദേ ഹാവ് ബീൻ കംപ്ലീറ്റ്ലി 100% സപ്പോർട്ടീവ്. അല്ല, എല്ലാവരും ഒരു വഴിക്ക് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലൊരു രീതി ഉണ്ടാവില്ല, ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ് ദിസ് വേ. അപ്പോൾ എല്ലാവരും ഇല്ല അത് നടക്കില്ല, മറിച്ച് വേറെ വഴിയാണ് ശരിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത്തിരിയുടെ ഒരു ചെറിയൊരു വാശി കയറുമല്ലോ.
എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ളൊരു വാശി. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അതിനോടും ഒരു താങ്ക്സ് പറയണം. സിനിമ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നു, കഥകളെ എക്സ്പ്ലോർ ചെയ്യുന്നു. അത് പുരുഷനാവാം സ്ത്രീ ആവാം. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു തരം അറ്റാച്ച്മെൻറ്റും ഒരു തരം അട്രാക്ഷനും ഉണ്ടാവുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫിലിം. അല്ലാതെ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ സ്ത്രീപക്ഷ കഥകൾ എടുക്കും എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റൊന്നും എനിക്കില്ല. എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളായിരിക്കണം, എനിക്ക് ഫീലിംഗ് ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ നാളെ ഹാപ്പി ജേർണി ചെയ്തപ്പോൾ അത് 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഒന്ന് പുരുഷനാണ് ഒന്ന് സ്ത്രീയാണ്. അതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ അവർ പലവരും പറഞ്ഞിട്ട് അതൊരു ഫെമിനിസ്റ്റ് ഫിലിമാണ്. ബട്ട് ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ്. യെസ്, ഐ മേ പ്രിസ്ക്രൈബ് ടു സം ഫെമിനിസ്റ്റ് തോട്ട്സ് അതൊക്കെ ഐ തിങ്ക് ആ ഫിലിമിൽ ഒതുങ്ങി. ബിക്കോസ് പുരുഷന്മാരാണെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് മെൻ ഐ റിയലി ലവ് ആൻഡ് റെസ്പെക്ട് ആൻഡ് വളരെ ഇൻസ്പയറിംഗ് ആയ മെയിൽ ക്യാരക്ടേഴ്സ് എത്രയോ ഉണ്ട്. അപ്പോൾ ആസ് എ വുമൻ ഞാൻ സ്ത്രീപക്ഷ സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ ഒഴിവാക്കിയില്ലേ, അതെന്തിനു ചെയ്യണം? സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഐ തിങ്ക് എവറി ഫിലിം മേക്കർ അവർക്ക് അവരുടേതായ രീതികളുണ്ട്. എൻ്റേത് അങ്ങനെ ഒരു ജസ്റ്റ് വൺ സൈഡഡ് അല്ല, ഡെഫിനറ്റ്ലി നോട്ട്. വാട്ട് ഐ തിങ്ക് എൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം എനിക്ക് യാത്ര ചെയ്യാനാണ്. ആൻഡ് പലപ്പോഴും ലൈഫിൽ ശരിക്കും ഈ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി പല ആൾക്കാരുമായിട്ട് ഞാൻ കൂടുതലും ഇൻറ്ററാക്ട് ചെയ്യുന്ന ഈ പറയുന്ന യാത്രകളിലാണ്. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു സെറ്റ് പാറ്റേൺ പലപ്പോഴും ചേരാറുണ്ട്. വേറെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് പീപ്പിൾ എന്നുള്ളൊരു രീതിയിൽ വരാം. പക്ഷേ ഈ യാത്രകൾക്കിടെ ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് എത്തിപ്പെടാനും പല കൾച്ചേഴ്സായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട്. അവിടെയാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും അധികം ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത്. ബിക്കോസ് നമ്മൾ തീരെ വിചാരിക്കാത്ത ഒരു സിറ്റുവേഷൻസും ഒരു ക്യാരക്ടേഴ്സൊക്കെ അപ്പോഴാണ് ഈ കണ്ടെത്തുന്നത്. ആൻഡ് ഐ തിങ്ക് ഞാൻ അത്ര അധികമൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ എഴുതി വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെയൊക്കെ വിറ്റ്നസ് ചെയ്തിട്ടുള്ള പല സാഹചര്യങ്ങളിൽ കൂടെയാണ്. ഓൾസോ അതെനിക്ക് വലിയൊരു സോഴ്സ് ആവുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ പാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാമിലീസ്, നമ്മുടെ അങ്ങനെ ഫ്രണ്ട്സ്, ഒരു പേഴ്സണൽ റിസോഴ്സസ് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു മൈഗ്രൻറ്റ്, ഒരു NRI കൈൻഡ് ഓഫ് ഔട്ട്ലുക്ക്, അവനവൻ്റെ നാട് വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു മനസ്സിലെ പല കാര്യങ്ങളും. ബിക്കോസ് അത് ഞാൻ എൻ്റെ ഒരു ഈ ചൈൽഡ്ഹുഡും യൂത്തൊക്കെ ആ ഒരു ലെവലിലായിരുന്നു. അപ്പോൾ പലപ്പോഴും ആ സബ്ജക്ട്സ് ഐ ഫൈൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കഥ എഴുതുമ്പോൾ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറി വരും. അത് കൂടാണ്ട് ഒരു തരം ഒരു ഫാമിലി എലിമെൻറ്റ് ഇസ് ക്വൈറ്റ് സ്ട്രോങ്. ഐ തിങ്ക് ഇന്നാളെ എൻ്റെ 2-3 സ്ക്രിപ്റ്റ്സ് വായിച്ചൊരു വ്യക്തി എന്നോട് പറഞ്ഞു, അതെന്താണ് അഞ്ജലിയുടെ സ്ക്രിപ്റ്റിലൊക്കെ ഫാമിലിക്ക് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. മേ ബി ദാറ്റ്സ് ബിക്കോസ് ഞാൻ അങ്ങനെ ഒരാളാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സം കോൺസെപ്റ്റ്സ് ഐ തിങ്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, മൈഗ്രൻറ്റ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, ഫാമിലി റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, ഇതെല്ലാം വന്ന് ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വലി ഒരു സ്ത്രീയുടെ സ്ഥാനം സൊസൈറ്റിയിൽ അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥാനമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം വേറെ പല കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. ഇപ്പം ചില സോഷ്യൽ ഫാബ്രിക്കിൽ ഒരു സ്ത്രീയെ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തത്, അവർക്ക് അവരുടെ അഭിപ്രായം പോലും പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത സൊസൈറ്റീസ് ഉണ്ട്. പക്ഷെ ആ സൊസൈറ്റി എടുത്തു നോക്കിയാൽ അതിലൊത്തിരി വേറെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. നേരെ മറിച്ച് സ്ത്രീയെ വളരെയധികം നല്ലൊരു നിലയിൽ നിർത്തുന്നൊരു സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും ഒരു തരം ക്രക്സാണ്. ഒരു ഫാമിലിയുടെ ക്രക്സ് ഒരു അമ്മയാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ ക്രക്സിൽ സ്ത്രീ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മാന്യതയും ഒരു പൊസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ്
റെസ്റ്റ് ഓഫ് സൊസൈറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദാറ്റ്. നമ്മുടെ നാട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കേട്ടിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ ആലോചിക്കുമ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതിന് മുമ്പേ സ്ത്രീകൾക്ക് ഇന്നത്തെക്കാട്ടും റെസ്പെക്റ്റ് കിട്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനും എന്താണ് ലിറ്ററസി ഫിഗേഴ്സ് പബ്ലിസൈസ് ചെയ്യാനെന്നുള്ള അതൊന്നും ശരിയായൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും ഒരു ഫാമിലീസിൽ കയറി ചെന്നാൽ ഒരു സ്ത്രീകളോടുള്ള പെരുമാറ്റം വിതിൻ ദ ഹൗസ് അതുപോലും ഇസ് നോട്ട് എക്സാക്ട്ലി ദ ബെസ്റ്റ്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ഫൈൻഡ് എത്രയോ സ്ത്രീകളുണ്ട്, പഠിപ്പുണ്ടാവും, സ്വന്തം ജോലി ഉണ്ടാവും, സ്വന്തം വരുമാനം ഉണ്ടാവും, പക്ഷെ എന്നിട്ട് പോലും അവർ വളരെ അവരുടെ ഒരു അഭിപ്രായത്തിന് ഒരു വിലയോ ഇല്ലാതെ, ഇല്ലെങ്കിൽ അവർക്ക് അവനവൻ്റെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതൊന്നും ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ കൂട്ടത്തിൽ പെടുന്ന കാര്യങ്ങളല്ല. ഈ ചില ട്രൈബ്സ് ഉണ്ട്, അവിടുത്തെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ലായിരിക്കും, ഈ പറയുന്ന ഈ പുറമേയുള്ള ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ദേ ആർ ഫാർ മോർ എംപവേർഡ് ബിക്കോസ് അവരുടെ ഫാമിലിയിലും അവരുടെ വീട്ടിലും അവരുടെ ട്രൈബിലും അവർക്കൊരു സേ ഉണ്ട്, അവർ പറയുന്ന കാര്യത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഐ ബിക്കം എ മദർ. ഞാൻ അടുത്തെനിക്ക് ഒരു കുഞ്ഞുണ്ടായത്. അപ്പോൾ ആ ഒരു ജേണി ഉണ്ടല്ലോ, ഒരു സ്ത്രീ ഒരു അമ്മയാവുന്ന ജേണി, ഞാൻ ഇന്നാളാണ് ഇപ്പോൾ ശരിക്കും അത് അനുഭവിച്ചറിയുന്നത്. അതിൽ പോലും അത് ശരിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്ന് വെച്ചാൽ ഒരു വളരെ എംപവറിങ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിൽ പോലും ഒരു സ്ത്രീക്ക് അഭിപ്രായമില്ലാത്ത എത്രയോ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. And it shocks me because this is your life, this is your body, this is your baby. അതിൽ അപ്പുറം പേഴ്സണൽ ആവില്ല കാര്യങ്ങൾ. അങ്ങനത്തെ സിറ്റുവേഷനിൽ പോലും ഭർത്താവ് എന്ത് പറയുന്നു, അച്ഛൻ എന്ത് പറയുന്നു, അമ്മ എന്ത് പറയുന്നു എന്ന് കേട്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ അഭിപ്രായത്തിന് അവിടെ പോലും ഒരു സ്ഥാനമില്ല. ദാറ്റ് ഈസ് വെരി ഷോക്കിംഗ്. അത് മാറുന്ന കാലത്താണ് ശരിക്കും അത് മാറി ആ സ്ത്രീക്ക് അവനവൻ്റെ അഭിപ്രായം അവിടെ നിന്ന് തുടങ്ങണം. ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട്. ഞാൻ എങ്ങനെ പ്രസവിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു സ്ത്രീ നാളെ പറ്റുന്ന ആ കുട്ടിയെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരും? ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടി അറിയണം എൻ്റെ അമ്മയുടെ സ്ഥാനം എന്താണ്. എന്നാലേ നാളെ പറ്റിയെന്ന് ഒരു സ്ത്രീയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആ കുട്ടി പഠിക്കുള്ളൂ. ഞാനിതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഇംഗ്ലീഷിൽ പറയും സ്വതവേ, വെൻ യു സീ എ മാൻ who treats his wife like a princess, he's grown up in the arms of a queen. It's that kind of respect. എല്ലാം അതിൻ്റെ ഒരു സ്പിൽ ഓവർ ഇഫക്റ്റ് ഇസ് വെരി ഹൈ. അത് പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ തിരിച്ചറിയുന്നില്ല. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്ന് ജനിക്കുമ്പം ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു തരം ആറ്റ്മോസ്ഫിയർ, ഒരു തരം എന്താ പറയുക, ആ കുട്ടിക്ക് വളരാൻ അനുവദിക്കുന്ന ഒരു ആറ്റ്മോസ്ഫിയർ, അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം ഈ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഒരു വിമൻ എംപവർമെൻറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദിസ് പ്ലേസ്. ഐ തിങ്ക് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. മിക്കപ്പോഴും ഈ സിറ്റീസിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഏർബൻ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെയധികം എക്സ്പോഷറുള്ള പെൺകുട്ടികളുടെ അങ്ങനെ പല ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മീഡിയ വളരെയധികം താല്പര്യപ്പെടുന്നു. പക്ഷേ നമ്മുടെ തന്നെ അത്ര ഏർബനൊന്നും അല്ലാത്ത സെൻറ്റേഴ്സിൽ എത്രയോ കുടുംബങ്ങളിലും സ്ത്രീകളൊക്കെ ഉണ്ട്. അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ആർക്കും സംസാരിക്കാൻ നേരമില്ല. അവിടെ എവിടെയെങ്കിലും രണ്ട് പെൺകുട്ടികൾ മദ്യപിച്ചിരുന്ന് തല്ലുണ്ടാക്കിയെന്ന് വെച്ചാൽ അതിന് മാക്സിമം കവറേജ് കിട്ടും. ബട്ട് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. ഐ തിങ്ക് ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് സൊസൈറ്റി. നമ്മൾ അങ്ങനെ അധികമായിട്ട് അതിനോട് റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. എത്രയോ പുരുഷന്മാർ ഇതന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സോ ഡിഫറെൻറ്റ്. ഒരു സ്ത്രീ ആകുമ്പം അതിനുള്ള ഒരു യാർഡ് സ്റ്റിക്ക് പെട്ടെന്ന് വ്യത്യാസപ്പെട്ടിട്ട് വരുന്നുണ്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി. ദാറ്റ് ഇസ് നോട്ട് എനിക്ക് അതൊന്നും ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഓൾ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്ട്രാ ഫ്രീഡം കിട്ടുമ്പം അത് പലവരും പല രീതിയിൽ യൂസ് ചെയ്യായിരിക്കും. ബട്ട് ഫ്രീഡം ഇസ് നോട്ട് ടു ബി ഗിവൻ. ഇപ്പോൾ അവർക്ക് ഫ്രീഡം കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയെന്ന്. ഐ തിങ്ക് ദാറ്റ്സ് നോൺസെൻസ്. വി ആർ ഓൾ ബോൺ ഫ്രീ. പക്ഷേ ഈ ഒരു സോഷ്യൽ ഫാബ്രിക് നമ്മളെ കൊണ്ട് ഓരോ റോൾസ് എടുപ്പിക്കുന്നുണ്ട്.
ഒരു കുട്ടിയുടെ കല്യാണം കഴിയുമ്പോഴേക്കും വാട്ട് കൈൻഡ് ഓഫ് എ വൈഫ് ഹർ മദർ വാസ്, ആ ഒരു റോളിലേക്കാണ് ആ പെൺകുട്ടി പിന്നെ പോകുന്നത്. പക്ഷേ ഈ ജനറേഷൻസ് മാറുന്നത് കൊണ്ടും ഈ റോൾസിലൊക്കെ വ്യത്യാസങ്ങൾ വരണം. ഈ ശരിയായ എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീ ശരിക്കും അവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് അവരുടെ കുട്ടികളെ നോക്കിക്കൊണ്ട് വളരെ എംപവേർഡ് ആവാൻ സാധിക്കും. അതിന് പുറത്ത് പോകണമെന്നോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി എടുക്കണമെന്നോ ഇല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു ബ്രാവ് ഏർണിംഗ് ഫെമിനിസ്റ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. ബട്ട് ദാറ്റ് റിയൽ എംപവർമെൻറ്റ് വേർ അവനവൻ്റെ ഡെസിഷൻസ്, അവനവനെ ബാധിക്കുന്ന ഡെസിഷൻസ്, അവനവൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഈ വളരെ കീ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ അവനവൻ്റെ അഭിപ്രായം പറയാനും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ചേർന്ന് നിന്ന് ജീവിക്കാനും ഉള്ളൊരു ഫ്രീഡം പോലും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഈസി ടു സോൾവ്. പക്ഷേ ഇതിൽ നമ്മുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ഐ തിങ്ക് നമ്മുടെ ഓരോരുത്തരുടെയും സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ആർ ടു ബി എക്സാമിൻഡ്. ഇവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ വരുന്ന പല കാര്യങ്ങൾ ഒരു പെൺകുട്ടിയോടുള്ള ഒരു തരം ആറ്റിറ്റ്യൂഡ്, അത് സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും, അത് എന്താണ്, എങ്ങനെയാണ്, ഹൗ ഡു യു വ്യൂ ഒരു തീരം അപരിചിതമായൊരു പെൺകുട്ടിയോടുള്ള ഒരു സമീപനം, ഹൗ സേഫ് ഇസ് ഇറ്റ്, ഈ പല കാര്യങ്ങളും നമ്മൾ ഇൻ ഡെയിലി ലൈഫ് അധികം ചിന്തിക്കാണ്ട് അങ്ങനെ ജീവിച്ച് പോവുക ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം വാട്ട് യു ഗെറ്റ് റിയലി വറിഡ് അബൌട്ട് ഇസ് വെയർ ഓൾ ദിസ് ഇസ് ഗോയിങ്. ബട്ട് വാട്ട് വി ഷുഡ് ബി വറിഡ് അബൌട്ട് ഇസ് വെയർ ഡിഡ് ഓൾ ദിസ് കം ഫ്രം. ഇതെങ്ങനെ ആയിത്തീർന്നു, കേരളം ഇങ്ങനെ എന്തുകൊണ്ടായിത്തീർന്നു? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈസ് ദാറ്റ് ഒരുപാട് അധികം സഹിച്ചും സമ്മതിച്ചും കൊണ്ട് ഇരുന്നത് കൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് ആക്ച്വലി പല കാര്യങ്ങൾ ഇന്ന് നേരിടേണ്ടി വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആക്സെപ്റ്റബിൾ അല്ലാത്ത പല കാര്യങ്ങളോടും കണ്ണടച്ച് ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സഹിച്ചും സമ്മതിച്ചും കൊണ്ടാണ് ഇതിലൊരു സ്ട്രോങ് എലിമെൻറ്റ് അത് കാരണമാണ് എന്നെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും റിയാക്ടിങ് ക്യാൻ ബി എ സൊല്യൂഷൻ ടു എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ പാടില്ല, റിയാക്ട് ചെയ്യരുത്, എന്ത് സംഭവിച്ചാലും റിയാക്ട് ചെയ്യരുത് എന്ന് അമ്മമാർ പറഞ്ഞ് പഠിപ്പിച്ചു വിടും പെൺകുട്ടികളെ. ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ ഐ റിമെമ്പർ ഞങ്ങളുടെ ചുറ്റും എല്ലാവരും പറയും എന്ത് പറ്റിയാലും നമ്മൾ റിയാക്ട് ചെയ്യരുത്. ഒരു ഫേമസ് ഇതില്ലേ, എന്താണ് ഒരു ചൊല്ല്, മുള്ളയില വീണാലും മേല മുല്ല വീണാലും, വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? ഇതൊക്കെ ഡാർക്ക് ഏജസ് എന്നുള്ള ഫിലോസഫിയാണ്. പ്ലീസ്, ഇന്നൊരു പെൺകുട്ടി തനിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്ത് വാട്ട് എവർ ഹർ പ്രൊഫഷൻ മേ ബി, ഒരു പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ സ്വന്തം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ട ഒരു സ്ത്രീ ആകുമ്പം ഈ ഫിലോസഫി ഒന്നും ആപ്ലിക്കബിൾ ആവില്ല. യു കനോട്ട് ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ നമ്മൾ റിയാക്റ്റൊക്കെ ചെയ്യാണ്ട് ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. സോ ഐ തിങ്ക് വൺ ബേസിക് തിങ്, നമ്മളിപ്പോൾ റിഗ്രസീവ് ആവുക ചെയ്യുന്നത്. ഈ കൺസർവേറ്റീവ് ഈസ് സംതിങ്, എനി കൾച്ചർ നമ്മൾ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് ആവുമ്പോൾ, ഈ ഒരു മാറ്റം വരുമ്പോൾ അതിനെ നേരിടാണ്ട് നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വലിഞ്ഞ് നമ്മുടെ പഴയ വാല്യൂസിനെ തന്നെ പിടിച്ചിരിക്കുമ്പോൾ അതിന് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് എന്ന് പറയാം. കേരളത്തിൽ അതിൻ്റെ വളരെ ഒരു സ്ട്രോങ് എലിമെൻ്റ് ഉണ്ട്. വളരെ നമ്മൾ മാറ്റങ്ങളോട് അത്ര അധികം പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ. ആൻഡ് സ്ത്രീകളുടെ ഒരിത് വരുമ്പോഴേക്കും എല്ലാവരും വളരെയധികം സെൻസിറ്റീവാണ്. ഇന്ന് കൂടെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ 5 മണി ആകുമ്പോഴേക്കും അമ്മമാരുടെ ഫോൺ കോൾസ് വരും. എന്തുകൊണ്ട് ഇറങ്ങിയില്ലേ ഓഫീസിൽ നിന്ന്, ഇവിടെ എത്തുമ്പോഴേക്കും രാത്രിയാവില്ലേ? ആൻഡ് ഐ ഫീൽ ബാഡ് ബിക്കോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് ഇവിടുത്തെ ഒരു സൊസൈറ്റി ഈസ് ലൈക്ക് ദിസ്. തിരിച്ചെത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ പല ഡേഞ്ചേഴ്സും ഉണ്ട്, പല പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇതേ കുട്ടികളോട് വെൻ എ സിറ്റുവേഷൻ കംസ് എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ നേരിടണം എന്ന് പോലും പേരൻസിന് പലപ്പോഴും പേടിയായിരിക്കും പറഞ്ഞു കൊടുക്കാൻ. ബിക്കോസ് ദീ ഡോണ്ട് നോ, അവർക്ക് തന്നെ അറിയില്ല അത് റിയാക്ട് ചെയ്താൽ അതിലും വലിയ പ്രശ്നമാവുമോ. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് സഹിക്കുക എന്നുള്ളൊരിതാണ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്.
ഐ റിയലി ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ഇൻഫാക്ട് എനിക്ക് അതൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് സിറ്റുവേഷൻ വന്നാൽ സഹിച്ചോളാൻ പറയുന്ന ഒരു സ്ത്രീയോട് സഹിച്ചോളാൻ പറയുന്ന ഒരു തിങ്സ് ഈസ് നോട്ട് ഓക്കെ. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. ബിക്കോസ് ഐ തിങ്ക് എത്ര ചെറുപ്പക്കാരായാലും ഹൗവർ യങ് ദേ ആർ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഡെസ്റ്റിനി നമ്മൾ തന്നെ കണ്ടെത്തണം. ബട്ട് ഈ പോകുന്ന ജേർണിയിൽ പലവരും ഈ ഒരു തരം ട്രാഫിക് ബോർഡ്സ് പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പല സൈൻസും കാണും. ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ള സൈൻസ്. ഐ തിങ്ക് അതിനെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിറയെ സ്പീഡ് ബ്രേക്കേഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ ഫോക്കസ് നമ്മുടെ ഗോളിലായിരിക്കണം. ആ ഗോളിൽ എത്താൻ ഉള്ള ആ ഒരു തരം ഒരു ഊർജം, അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന ബാരിക്കേഡ്സ്, ഇതിനെ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുത്താൽ ആ പറയുന്ന ഗോൾ കാണാണ്ടാവും. ഐ തിങ്ക് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മുടെ ലൈഫും നമ്മുടെ ഒരു ഗോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ്, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് നമ്മുടെ കൈ കിടക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിലാണ്. നമ്മളിപ്പോൾ എത്ര റെസ്പെക്റ്റ് വേറൊരാളുടെ അടുത്തുനിന്ന് എനിക്ക് വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറല്ല, പക്ഷെ ഞാനത് സഹിക്കാൻ തയ്യാറാണ് എന്ന് വരുമ്പം പലതും നമ്മൾ സഹിക്കേണ്ടി വരും. സോ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഐ തിങ്ക് വി ഷുഡ് ജഡ്ജ് ഫസ്റ്റ് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന്. ആ സെൽഫ് റെസ്പെക്റ്റ് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തീരുമാനിക്കണം ഞാൻ എവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ തരത്തിലൊരു പേഴ്സണൽ ചോയ്സസ് അവനവൻ എക്സസൈസ് ചെയ്ത് തുടങ്ങണം. ഇറ്റ്സ് ഹൈ ടൈം. ആ പറയണ നിങ്ങളിപ്പോൾ പറഞ്ഞ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, ഇപ്പോഴത്തെ ഒരു 18-year-old ഈസ് മച്ച് സ്മാർട്ടർ, മച്ച് മോർ അവെയർ ദാൻ ഐ വാസ്. എനിക്ക് 18 വയസ്സാവുന്നതിനെക്കാട്ടും എത്രയോ അധികം ഒരു ലോകവിവരമുണ്ട് അവർക്ക്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അവനവൻ്റെ ലൈഫ് ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ടൈമും നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഒരു കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ കൾച്ചേഴ്സ് നമ്മുടെ പേരൻസ് ഒരു ലെവൽ വരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുണ്ടാവും. സാധാരണ വീടുകളിലെ പെൺകുട്ടികളുടെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, കല്യാണം കഴിപ്പിച്ച് വിടുന്നതോടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡ് ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡായി. വി കാൺ കീപ് ഫോളോയിങ് ദാറ്റ്. ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം റെസ്പോൺസിബിലിറ്റിയും എടുക്കാൻ പറ്റണം. നമ്മളെ ഈ വളർത്തിക്കൊണ്ട് വന്ന പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി പോലും നമ്മൾ എടുക്കണം. പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ തന്നെ ഞാൻ എൻ്റെ പേരൻസിന് ഇഷ്ടപ്പെടാത്തൊരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടാണ് പോയത്. ജസ്റ്റ് ഒരു അമ്യൂസിങ് ഇൻസിഡൻറ്റ് പറഞ്ഞു തരാം. ലണ്ടനിൽ പഠിക്കാൻ വേണ്ടി പോയി. ഈ പറഞ്ഞ ഓപ്പൺ ടിക്കറ്റുമായിട്ടാണ് പോയി എൻ്റെ ബ്രദേഴ്സ് എന്നെ അവിടെ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ ആക്കാൻ വേണ്ടി വന്ന് അവിടെ ആക്കി തിരിച്ചു പോന്നു. അവർ തിരിച്ചു പോന്നപ്പോൾ അവരെ എയർപോർട്ടിലേക്ക് സീ ഓഫ് ചെയ്ത് തിരിച്ചു വരുന്ന വഴി തന്നെ എൻ്റെ പേഴ്സ് ഒരാൾ മഗ് ചെയ്ത് കൊണ്ടുപോയി. അതിലെൻ്റെ ക്രെഡിറ്റ് കാർഡ്, എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ആ പേഴ്സിലുള്ള ക്രെഡിറ്റ് കാർഡ്സിലും ഡെബിറ്റ് കാർഡ്സിലും ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് അതിനോടൊന്നും ആക്സസ് ഇല്ല. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ക്യാഷ് മാത്രമാണുള്ളത്. ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടുണ്ട്, സ്കൂൾ ഫീസ് ആ ടേമിന് വേണ്ടത് അടച്ചിട്ടുണ്ട്. വേറെ എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് ഒന്നുമില്ല. ഞാൻ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ഫാമിലി അത് വിളിച്ചറിയിക്കുകയാണെങ്കിൽ ഉടനെ അതേ ഓപ്പൺ ടിക്കറ്റ് യൂസ് ചെയ്ത് തിരിച്ചു പോകാൻ പറയാം. പക്ഷെ അതിന് പകരം ഞാൻ അവിടെ തന്നെ നിന്ന് സ്കൂളിൽ പോവാതെ വെളിയിൽ നിന്ന് വേറെ പല ജോലികളും ചെയ്ത് അതിനുള്ള ഇൻകം ഉണ്ടാക്കി പറ്റുമ്പോൾ മാത്രം ക്ലാസ് പോയി അറ്റൻഡൻസ് കൊടുത്ത് ഒരു ഫുൾ ടേം അങ്ങനെ ചെയ്തു കൊടുത്തു. വേർ ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് മൈ ഫിലിം സ്കൂൾ അഡ്മിഷൻ. അതേസമയം എനിക്ക് അവിടെ ജീവിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാശ് വേണം. പക്ഷേ ഇതെനിക്ക് ഒരൊറ്റ കുട്ടിയെ അറിയിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പലതരം ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത സിമ്പിൾ ജോബ്സ് അതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ആ ഒരു 6 months എനിക്കൊരു ഐ ഓപ്പണറായിരുന്നു.
ബിക്കോസ് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരാളുടെ അടുത്ത് മൊത്തം ഷെയർ ചെയ്യാം, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതെങ്കിലും വരുമെന്ന് വിചാരിച്ചു. ബട്ട് ആ ഒരു സിറ്റുവേഷൻ ഐ വാസ് ജസ്റ്റ് സഡൻലി കംപ്ലീറ്റ്ലി അലോൺ. ഇതൊരു ഒറ്റ ആളോട് പറഞ്ഞാൽ പോലും ഉടനെ എന്നെ അവിടുന്ന് മാറ്റി തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഇതായിരിക്കും. ബട്ട് ആ ടൈമിൽ നന്നായി ബുദ്ധിമുട്ടി, വളരെ നന്നായി ബുദ്ധിമുട്ടി. താമസിക്കാനൊരു സ്ഥലമുണ്ട്, താങ്ക് ഗോഡ്, ആൻഡ് സ്കൂളിലെ ഫീസ് are paid, so they won't throw me out. But if I didn't stick my neck out there, ആ ഒരു ടൈം ഞാൻ ശരിക്കും ആ ഒരു സിറ്റുവേഷൻ സഹിച്ച് അവിടെ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇനി വരാനുള്ള ഫ്യൂച്ചർ എല്ലാം ജെപ്പർഡൈസ്ഡ് ആവും. ആ ഒരു ഫോക്കസ് മാത്രമായിരുന്നു, ഇതൊന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് കിടക്കണം എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ബട്ട് ഐ ഫൗണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ ടൈമിൽ ഇതേപോലെ എന്നെപ്പോലെ വേറെ കാരണത്താൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ട് അവരുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്സ് ഇപ്പോൾ കൂടെ ഞാൻ നിലനിർത്തുന്നുണ്ട്. ബിക്കോസ് we've really struggled together. And finally ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഇറ്റ്സ് മച്ച് ഈസിയർ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, അയ്യോ നാളെ എങ്ങനെയാണ്, നാളെ എവിടെ നിന്നാണ് എന്തെങ്കിലും വരിക, ഇത്രയധികം എല്ലാവരോടും പറഞ്ഞ് പറയുന്ന ആൾക്കാർക്ക് എന്താണ്, യു സംവെയർ ഇൻ ലണ്ടൻ ഡൂയിങ് എ ഫിലിം സ്കൂൾ കോഴ്സ്, കേൾക്കുന്നവർക്ക് യു ആർ ഓൺ ദ ടോപ്പ് ഓഫ് തിങ്സ്. ബട്ട് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, യു ഡോണ്ട് ഹാവ് മണി ഫോർ യുവർ ഡേ ടു ഡേ തിങ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇറ്റ്സ് വെരി ഓഡ് ടു ബി സ്റ്റക്ക് ഇൻ ദാറ്റ്. ഇറ്റ്സ് സച്ച് എ സിമ്പിൾ തിങ്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ്, അത് എന്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ബട്ട് ആ ഒരു ഫ്യൂ മന്ത്സ് എന്നെ പഠിപ്പിച്ച അത്ര വളരെ I've learned more than film school I've learned in those few months. എൻ്റെ ലൈഫിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു പീരീഡാണത്. സോ അങ്ങനെ ലോട്ട്സ് ഓഫ് തിങ്സ് വുഡ് ഹാപ്പൻ. പേഴ്സണലി ഐ ലോസ്റ്റ് മൈ ഫാദർ. എനിക്കത് വളരെയധികം എന്നെ ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. At every level in your life. In any child who's lost their parent knows how that feels. And ഈ പറയുന്ന ഓരോ കാര്യങ്ങളും they will break you, but also they will make you. ആ ഒരു ജേർണി നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എടുത്തു പറയത്തക്ക ഐ ഡോണ്ട് തിങ്ക് ഞാൻ അങ്ങനെ ഒരു വാലിയൻറ്റ് ഹീറോയിനൊന്നുമല്ല. ഇൻഫാക്ട് പലപ്പോഴും മറ്റേ ആൾക്കാർ, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ സഹിക്കുന്നതിനെക്കാട്ടും എത്രയോ കുറവായിരിക്കും എനിക്ക് വേണമെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. ഐ ഹാവ് നോ ഐഡിയ. ബിക്കോസ് ഈ പറയുന്ന വേറെ ഒന്നും ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗുഡ് അറ്റ് മച്ച്. ഫിലിം മേക്കിംഗ് പോലും ഐ ഡോണ്ട് നോ. ഇനിയിപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ഫിലിമൊക്കെ പുറത്തേക്ക് വന്നാൽ അറിയാൻ പോണ ആൾക്കാർ എന്താണ്, വാട്ട് ഡു ദേ റിയാക്ട്, ഹൗ ഡു ദേ റിയാക്ട് എന്നുള്ളത്. എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് പ്രൊഫഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ബട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് എനിക്ക് അങ്ങനെ പറയാനില്ല. ഐ തിങ്ക് എനിക്കുള്ളൊരു ഒരു ക്വാളിറ്റിയാണ് എൻ്റെ ഏറ്റവും പോസിബിളി മൈ സ്ട്രെങ്ത് ആൻഡ് മൈ വീക്ക്നെസ്. അത് ഐ തിങ്ക് ആ ഒരു സെൻസിറ്റിവിറ്റിയാണ്. എനിക്കിതുവരെ പലപ്പോഴും ഇപ്പോൾ ക്രിയേറ്റീവ് വർക്ക്, റൈറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും വേറൊരു കാഴ്ചപ്പാടിൽ കുറച്ച് സെൻസിറ്റീവായി കാണാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഐ തിങ്ക് മൈ സ്ട്രെങ്ത് ഇസ് ദെയർ. പക്ഷെ പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങളായി തീരുന്നത് ആ സെൻസിറ്റിവിറ്റി തന്നെയാണ്. അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഊരി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഐ തിങ്ക് അതൊരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് റോൾഡ് ഇൻ ടു വൺ ആണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ദാറ്റ്. ആശങ്കയല്ല, ഹൗ ഡു യു സേ ഇറ്റ്, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഒരിത്തിരി ടെൻഷനുണ്ട്, ഒരു നെർവസ്നെസ്സൊക്കെ കൂടെ കലർന്നിട്ടുള്ളൊരു തരം എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ആശങ്കയല്ല. അതിനുള്ള ഈ ഒരു സ്റ്റേറ്റിനുള്ള മലയാളം വാക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് യാ, that's what it is. So hope.